ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് മൊഡ്യൂൾ 4 രണ്ടാമത്തെ ചാപ്റ്റർ ഗിയേഴ്സ്. ഇപ്പോൾ ഗിയേഴ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പാർട്സ് ആണ് പറയുന്നത്. ടൈപ്സ് ഓഫ് ഗിയേഴ്സ്, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് ഗിയേഴ്സ്, ഏതൊക്കെ ടൈപ്പ് ഗിയർ ഉണ്ട്? അതിൽ സ്പർ ഗിയർ, ബിവൽ ഗിയർ, സ്പൈറൽ ഗിയർ, വേം ഗിയർ. അപ്പോൾ ഇതിൽ സ്പർ ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഗിയറിൻ്റെ സ്പർ ഗിയർ. ഓക്കെ, രണ്ട് പാരലായിട്ടുള്ള ഷാഫ്റ്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗിയേഴ്സ്, ഇതാണ് സ്പർ ഗിയർ. ബിവൽ ഗിയർ നേരത്തെ തൊട്ടുമുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അതെന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? 90 ഡിഗ്രി റൊട്ടേഷന് വേണ്ടി നമ്മൾ ഡിഫറൻഷ്യലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം, അതാണ് ബിവൽ ഗിയർ. അപ്പോൾ ഇവിടെ ഇതൊരു സെൻറ്റൻസാണ്. 2 കോ-പ്ലാനർ പാരലൽ ഷാഫ്റ്റ്സ്, രണ്ട് ഒരേ പ്ലെയിനിലുള്ള രണ്ട് ഷാഫ്റ്റുകൾ, പാരലായിട്ടുള്ള ഷാഫ്റ്റുകൾ ബന്ധിപ്പിക്കാനാണ് സ്പർ ഗിയർ. ബിവൽ ഗിയർ എന്ന് പറഞ്ഞാൽ യൂസ് ടു കണക്ട് കോ-പ്ലാനർ ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്. ഇൻ്റർസെക്റ്റിംഗ് ആണ് ആ ഒരു പെർപെൻഡിക്കുലറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പൈറൽ ഗിയർ എന്ന് പറഞ്ഞാൽ യൂസ് ടു കണക്ട് ടു നോൺ ഇൻ്റർസെക്റ്റിംഗ് നോൺ കോ-പ്ലാനർ ഷാഫ്റ്റ്. അപ്പോൾ നോൺ കോ-പ്ലാനർ ഷാഫ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ സ്പർ ഗിയറിൻ്റെ എല്ലാ ഗിയേഴ്സും ഒരേ പ്ലെയിനിലിരിക്കും. പക്ഷേ സ്പൈറൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുക, ഇവിടെ തിരിച്ചുണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്ലെയിൻ കണ്ടോ, രണ്ട് വെവ്വേറെ പ്ലെയിനുകളാണ്. അപ്പോൾ രണ്ട് പ്ലെയിന് ഇത് ഇൻ്റർസെക്റ്റും ചെയ്യുന്നില്ല. അപ്പോൾ എന്താവും? രണ്ട് നോൺ കോപ്ലാനർ നോൺ ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സ്പൈറൽ ഗിയർ. പിന്നെ വേം ഗിയർ. വേം ഗിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ ടു ലീനിയർ മോഷൻ ആക്കുന്ന ഗിയേഴ്സ്. ഇപ്പോൾ ഈ ഒരു ഗിയർ ഇങ്ങോട്ട് കറങ്ങും, ഇപ്പോൾ ഈ ഒരു ഗിയർ ഇങ്ങോട്ട് കറങ്ങും. ഓക്കെ, അപ്പോൾ ഇതൊരു ലീനിയർ മോഷനായി, ഇത് റോട്ടറി മോഷൻ. അപ്പോൾ റോട്ടറി ടു ലീനിയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് വേം ഗിയർ. അപ്പോൾ വേം ഗിയർ പറയുന്നത് യൂസ് ടു കണക്ട് സ്ക്യൂ ഷാഫ്റ്റ്. സ്ക്യൂ ഷാഫ്റ്റ് നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഇത് റൊട്ടേഷൻ ടു ലീനിയർ ആക്കി മാറ്റുന്ന സാധനം. ഓക്കെ, ഇനി അടുത്തതാണ് ക്യാം നോമൻക്ലേച്ചർ. ഇപ്പോൾ ക്യാം ആൻഡ് നോമൻക്ലേച്ചർ നമ്മൾ ക്യാം അല്ല, ഗിയർ നോമൻക്ലേച്ചർ. നമ്മൾ ക്യാം നോമൻക്ലേച്ചർ നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. അതിപ്പോൾ അതിലുള്ള ഡെഫിനിഷൻസ്, മുന്നേ ബോൾട്ടിൻ്റെ ഡെഫിനിഷൻസ്, അതൊക്കെ നോമൻക്ലേച്ചർ എന്നാണ് അതിന് പറയുന്നത്. അതായത് ഒരു ഗിയറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 4 ഗിയർ സെറ്റാണ് വരച്ചത്. അതിൽ ഇതാണ് റൂട്ട്, ഇവിടെ ക്രസ്റ്റ് കണ്ടോ, ഇവിടെ ക്രസ്റ്റ്, താഴത്തെ ഭാഗം റൂട്ട്. ആ റൂട്ട് കൂടെ പോകുന്ന ഡയമീറ്ററാണ് ഡിഡൻഡം സർക്കിൾ. ഓക്കെ, ഇവിടെ അഡൻഡം സർക്കിൾ ഉണ്ട്, ഈ റൂട്ട് കൂടെ പോകുന്ന സർക്കിളാണ് ഡിഡൻഡം സർക്കിൾ. ക്രസ്റ്റ് കൂടെ പോകുന്ന ആ ഒരു വട്ടം, ആ ഒരു സർക്കിളാണ് അഡൻഡം സർക്കിൾ. ഇത് രണ്ടിൻ്റെ നടുവ് കൂടെ പോകുന്ന ആ സർക്കിളാണ് പിച്ച് സർക്കിൾ. ഓക്കെ, പിന്നെ ചോദിക്കുന്ന സാധനങ്ങളാണ് എന്ത്? റൂട്ട് മുതൽ പിച്ച് സർക്കിൾ വരെയുള്ള ഈ ദൂരം, അതാണ് ഡിഡൻഡം. എന്താണ് ഡിഡൻഡം? റൂട്ട് മുതൽ പിച്ച് സർക്കിൾ വരെയുള്ള ദൂരത്തിനാണ് ഡിഡൻഡം എന്ന് പറയുന്നത്. അതുപോലെ പിച്ച് സർക്കിളിൻ്റെ മുതൽ ക്രസ്റ്റ് വരെയുള്ള ദൂരം, അതാണ് അഡൻഡം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ട്സാണ് നമുക്ക് ഇവിടെയൊക്കെ പറയുന്നത്. ഓക്കെ, പിച്ച് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇമാജിനറി ഫ്രിക്ഷൻ വീൽ. ഓക്കെ, അതായത് അഡൻഡത്തിൻ്റെയും നടുവ് കൂടെ പോകുന്നത്. അപ്പോൾ അത് ഇമാജിനറിയാണ്, നമുക്കത് ഇങ്ങനെ കാണാൻ പറ്റില്ല, പക്ഷെ അതവിടെ ഉണ്ട്. പിന്നെ പറയുന്നത് സർക്കുലാർ പിച്ച്. സർക്കുലാർ പിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി കറസ്പോണ്ടിങ് പോയിൻ്റ് ഓഫ് സക്സസീവ് ടീത്ത്. നമ്മൾ പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ത്രെഡിൻ്റെ പിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു പിച്ച് തന്നെയാണ് ഈ സർക്കുലാർ പിച്ച്. സർക്കുലാർ പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ടീത്തിൻ്റെ ഒരു പോയിൻ്റ് മുതൽ തൊട്ടടുത്തുള്ള ടീത്തിൻ്റെ അതേ പോയിൻ്റ് വരെയുള്ള സർക്കുലാർ ഡിസ്റ്റൻസ്. ഓക്കെ, സർക്കുലാർ ഡിസ്റ്റൻസ്, അതാണ് സർക്കുലാർ പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സർക്കുലർ പിച്ചിൻ്റെ ഫോമിലാണ് P=πd/t. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡെഫിനിഷനാണ് ചോദിക്കുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കറസ്പോണ്ടിങ് പോയിൻ്റ് ഓഫ് സക്സസീവ് ടീത്ത്. ഓക്കെ, അടുത്തത് ഡയമെട്രിക്കൽ പിച്ച്. ഡയമെട്രിക്കൽ പിച്ച് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടീത്ത് ടു പിച്ച് സർക്കിൾ ഡയമീറ്റർ. അപ്പോൾ ഈ നമ്പർ ഓഫ് ടീത്തും ഡയമീറ്ററും തമ്മിലുള്ള റേഷ്യോ, അതാണ് ഡയമെട്രിക്കൽ പിച്ച്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അത് ഉണ്ടാവും, ഡയമീറ്റർ ഉണ്ടാവും, ടി ഉണ്ടാവും. ഇപ്പോൾ ഇത് πd/t. ഓക്കെ, ഇത് നമ്മൾ റിലേറ്റഡ് ആയിട്ട് പഠിച്ചാൽ മതി, എല്ലാം കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പിച്ച് സർക്കിൾ ഡയമീറ്റർ ടു നമ്പർ ഓഫ് ടീത്ത്. അപ്പോൾ d/t. അപ്പോൾ ഡയമീറ്റർ ബൈ ടീത്ത് ആണെങ്കിൽ മൊഡ്യൂളായി, നമ്പർ ഓഫ് ടീത്ത് ബൈ ഡയമീറ്റർ ആണെങ്കിൽ ഡയമെട്രിക്കൽ പിച്ചായി. അതായത് ഡയമെട്രിക്കൽ പിച്ചിൻ്റെ ഇൻവേഴ്സാണ് മൊഡ്യൂൾ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സർക്കുലർ പിച്ച് കണ്ടോ, πd/t. അതിൽ d/t എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ തന്നെയാണ്.
അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം, പൈ ഇൻറ്റു മൊഡ്യൂൾ എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് ഇത് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നത്. പിന്നെ ഈ എഡൻ്റെ സർക്കിൾ, അതൊക്കെ ഇപ്പോൾ പറഞ്ഞ സംഗതി. എഡൻ്റെ സർക്കിൾ, അതുപോലെ ഡിഡൻഡം സർക്കിൾ, അഡൻഡം, ഡിഡൻഡം. ഇപ്പോൾ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത സാധനത്തിൻ്റെ നോട്ട്സാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ പ്രോബ്ലംസിൽ വരുന്ന സാധനമാണ് ഈ സെൻട്രൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഗിയേഴ്സ്. ഇപ്പോൾ സെൻട്രൽ ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ സെൻട്രൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗിയർ, രണ്ട് മെയ്റ്റിംഗ് ഗിയേഴ്സിൻ്റെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ദൂരം, അതാണ് സെൻട്രൽ ഡിസ്റ്റൻസ്. സെൻട്രൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, C=D1 + D2/2. അതെങ്ങനെ കിട്ടിയതെന്നാൽ D1ൻ്റെ പകുതി, ഇതാണ് റേഡിയസ് അല്ലേ. ഇപ്പോൾ ഇത് R1, ഇത് R2 അല്ലേ. ഇപ്പോൾ സെൻട്രൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 + R2. ഇത് ഡയമീറ്ററിൻ്റെ ടേംസ് പറയുകയാണെങ്കിൽ എന്തായി, D1/2 + D2/2. അപ്പോൾ എന്തായി, D1 + D2/2. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഇത് വന്നത്. അപ്പോൾ അതൊരു 2 മാർക്കിനൊക്കെ ചോദിക്കും എന്താണ് സെൻട്രൽ ഡിസ്റ്റൻസ് ഉള്ളത്. പിന്നെ നമുക്കിവിടെ വരുന്ന കാര്യങ്ങളാണ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികൾ, ഗിയർ ട്രെയിൻസ്. അപ്പോൾ കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഗിയർ ട്രെയിൻസ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഗിയർ ട്രെയിൻസ് ഉണ്ട് അതാണ് പറയുന്നത്. സിമ്പിൾ ഗിയർ ട്രെയിൻ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. അതിലോരോന്നും സിമ്പിൾ ഗിയർ ട്രെയിനിൻ്റെയും കോമ്പൗണ്ട് ഗിയർ ട്രെയിനിൻ്റെയും നമ്മളത് വർക്കിംഗ് പറഞ്ഞു കൊടുത്തിട്ട് അതിന് ട്രെയിൻ വാല്യൂ ഡിറൈവ് ചെയ്യുന്നൊരു ഫോർമുല ഉണ്ട്, അതും കൂടെ നമ്മൾ പഠിക്കണമായിട്ട്. ഇപ്പോൾ സിമ്പിൾ ഗിയർ ട്രെയിനിലേക്ക് പോവുക. സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഗിയേഴ്സ്, ഓരോരോ ഗിയർ ഇങ്ങനെ മെയ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അതാണ് ഈ സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റത്തെ ഗിയറിന് നമ്മൾ ഡ്രൈവർ ഗിയർ എന്ന് പറയും. ഏറ്റവും അവസാനം വരുന്ന ഗിയറിന് നമ്മൾ ഡ്രിവൺ ഗിയർ എന്ന് പറയും. ഇതിൻ്റെ ഇടയിലുള്ള ഗിയേഴ്സൊക്കെ ഐഡ്ലർ ഗിയറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ച് പോകുന്ന ഈ ഒരു സെറ്റ് ഓഫ് അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഗിയർ ട്രെയിനിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവർ ഗിയർ, ഡ്രിവൺ ഗിയർ, ഐഡൽ ഗിയറിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഐഡൽ ഗിയറിൻ്റെ ഫംഗ്ഷൻസ് ചോദിക്കും. വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ഐഡലർ ഗിയർ. ഐഡലർ ഗിയർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് കുറേ നീളമുള്ളൊരു സെൻട്രൽ ഡിസ്റ്റൻസ് വരികയാണെങ്കിൽ, അതായത് ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ നമ്മൾ ഗിയറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഗിയേഴ്സ് വെക്കേണ്ടി വരും. അതിന് പകരം നമ്മൾ എന്താക്കിയാൽ മതി, ഇവിടെ ഗിയർ വെച്ചു, ഇവിടെ ഗിയർ വെച്ചു. നമുക്ക് അതിൻ്റെ ഇടയിലൊക്കെ എന്ത് വെക്കാം, ഐഡലർ ഗിയർ ഇങ്ങനെ വെച്ച് പോകാം. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മൾ ഒരു ബെൽറ്റ് ഡ്രൈവ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ലെങ്ത്ത് കൂട്ടണം, ഗിയർ തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താക്കിയാൽ മതി, ഈ ഐഡലർ ഗിയർ വെച്ചാൽ. അപ്പോൾ ഐഡലർ ഗിയറിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ലെങ്ത്ത്, ടു ഇൻക്രീസ് ദി ലെങ്ത്ത് ഓഫ് ദി ഗിയർ ട്രെയിൻ, അതാണ് ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡ്രൈവർ ഗിയർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഡ്രിവൺ ഗിയർ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും കൗണ്ടർ ക്ലോക്ക് വൈസ് തന്നെ തിരിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രൈവർ ഗിയറും ഡ്രിവൺ ഗിയറും ഒരേ ഒരു റൊട്ടേഷനിൽ തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കിയാൽ മതി, അതിൻ്റെ ഇടയിൽ ഐഡലർ ഗിയർ വെച്ചാൽ മതി. അപ്പോൾ ഐഡലർ ഗിയർ വെക്കുമ്പോൾ എന്താവും, ഡ്രൈവർ ക്ലോക്ക് വൈസ്, ഡ്രിവൺ ഐഡലർ ഗിയർ കൗണ്ടർ ക്ലോക്ക് വൈസ് വരും. ഇപ്പോൾ ഐഡലർ ഗിയർ കൗണ്ടർ ക്ലോക്ക് വൈസ് വരുമ്പോൾ ഡ്രിവൺ എന്തായി, ക്ലോക്ക് വൈസ് തന്നെ തിരിയും. സോ അതാണ്. അപ്പോൾ നമുക്ക് എന്താക്കണം, ടു ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, അതും കൂടെ അതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഐഡലർ ഗിയറിൻ്റെ ഒരു ഫംഗ്ഷനാണ് ടു ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ഫോളോവർ അല്ലെങ്കിൽ ഡ്രിവൺ ഗിയർ. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിൾ ഗിയർ ട്രെയിൻ. അപ്പോൾ അതിൻ്റെ ട്രെയിൻ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഡെറിവേഷനാണ്. അതിലെന്ന് പറഞ്ഞാൽ നമ്മൾ വെലോസിറ്റി റേഷ്യോ, അതിൻ്റെ ട്രെയിൻ വാല്യൂ എന്നൊരു സംഗതി കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ട്രെയിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ N1, N2, N3 N1, N2, N3. ആ N1, N2, N3 എന്ന് പറഞ്ഞാൽ ഈ 3 ഗിയറിൻ്റെ സ്പീഡുകൾ, അതുപോലെ T1, T2, T3 എന്ന് പറഞ്ഞാൽ ഈ 3ൻ്റെയും നമ്പർ ഓഫ് ടീത്ത്. അപ്പോൾ നമ്മൾ സാധാരണ ട്രെയിൻ വാല്യൂ ഒരു ഗിയർ പെയർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വരച്ചാൽ ഒരു ഗിയറും വേറൊരു ഗിയറും കൂടെ മെയ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗിയർ പെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഗിയർ പെയർ. ഇപ്പോൾ ഒരു ഗിയർ പെയറിൻ്റെ ട്രെയിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ N2/N1 = T1/T2 ആണ്. ഇതാണ് ട്രെയിൻ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ഗിയർ പെയറാണുള്ളത് അല്ലേ, അതായത് 1 and 2 ഇതൊരു ഗിയർ പെയറാണ്, 2 and 3 വേറൊരു ഗിയർ പെയറാണ്. ഇപ്പോൾ ഗിയർ പെയർ 1 and 2 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ട്രെയിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, N2/N1 = T1/T2. അത് നമ്മളൊരു ഇക്വേഷനാക്കി വെച്ചു. അടുത്തത് സെറ്റ് എന്ന് പറഞ്ഞാൽ 2 and 3 ആണ്. അപ്പോൾ അതിൻ്റെ ട്രെയിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ N3/N2 = T2/T3.
അപ്പോൾ അത് നമ്മളൊരു ഇക്വേഷനാക്കി വെച്ചു. അപ്പോൾ ടോട്ടൽ ട്രെയിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ N2/N1 ഇൻറ്റു N3/N2 എന്നാണ് ഇവിടെ കാണിച്ചത്. സിഗൽ ടു T1/T2 ഇൻറ്റു T2/T3. അപ്പോൾ ഇവിടെ N2 കട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടും? N3/N1 ഈക്വൽ ടു T1/T3 എന്നുള്ളൊരു ഫോമുല കിട്ടും. അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറയണേ. N3 എന്ന് പറഞ്ഞാൽ എന്താ? അവസാനത്തെ ഗിയറിൻ്റെ സ്പീഡ്. N1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗിയറിൻ്റെ സ്പീഡ്, അതായത് ഡ്രിവൻ്റെയും ഡ്രൈവറിൻ്റെയും. T1 എന്ന് പറഞ്ഞാൽ ഡ്രൈവറിൻ്റെ നമ്പർ ഓഫ് ടീത്ത്, T3 എന്ന് പറഞ്ഞാൽ ഡ്രിവൻ്റെ നമ്പർ ഓഫ് ടീത്ത്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എങ്ങനെ? സ്പീഡ് ഓഫ് ഡ്രിവൺ ബൈ സ്പീഡ് ഓഫ് ഡ്രൈവർ ഈക്വൽ ടു നമ്പർ ഓഫ് ടീത്ത് ഓൺ ഡ്രൈവർ ബൈ നമ്പർ ഓഫ് ടീത്ത് ഓൺ ഡ്രിവൺ. അതാണ് ട്രെയിൻ വാല്യൂ. ഇത് ഡിറൈവ് ചെയ്യാനുള്ള സാധനം നമുക്ക് തിയറി ആയിട്ട് പ്രതീക്ഷിക്കാം. അടുത്തതാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. ഇതാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഗിയർ നമ്മൾ ഡ്രൈവ് ചെയ്തു, അതിൻ്റെ മെയ്റ്റ് ചെയ്യുന്നതാണ് 2. അപ്പോൾ ഇതും റൺ ചെയ്യും അല്ലേ. ഇനി 2ഉം 3ഉം ഒരു ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് വെച്ച് കണക്ട് ചെയ്യാം. കണ്ടോ? അപ്പോൾ നമ്മൾ സിമ്പിൾ ഗിയർ ട്രെയിൻ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ ഇങ്ങനെ വെച്ച് പോവാണ് ചെയ്യുക. അതിന് പകരം 2ഉം 3ഉം ഒരു കോമൺ ഷാഫ്റ്റിൽ നമ്മൾ കണക്ട് ചെയ്തു. എന്നിട്ട് 3 ഡ്രിവൺ ഗിയറിനെ ഡ്രൈവ് ചെയ്തു. ഓക്കെ, അപ്പോൾ 4 എന്നാണ് നമുക്ക് ആ മെഷീനിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഡ്രൈവർ ഗിയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഡ്രിവൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് അത്ര കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി അതിൻ്റെ ട്രെയിൻ വാല്യൂ, ഇതിൻ്റെ ട്രെയിൻ വാല്യൂ ചോദിക്കും. അപ്പോൾ നമ്മൾ എത്ര ഗിയർ പെയർ ഉണ്ട് എന്നുള്ളത് അറിയണം. എത്ര ഗിയർ പെയർ ഉണ്ട്? 1 and 2 ഒരു ഗിയർ പെയറാണ്, 2ഉം 3 ഒരു ഗിയർ പെയർ അല്ല. കാരണം 2ഉം 3ഉം മെയ്റ്റിംഗ് അല്ല, അതൊരു ഷാഫ്റ്റ് വെച്ച് കപ്പിൾ ചെയ്തതാണ്. അതുകൊണ്ട് 2ഉം 3ഉം ഒരു ഗിയർ പെയർ അല്ല. 1ഉം 2 ഒരു ഗിയർ പെയറാണ്, അതുപോലെ 3 and 4 ഒരു വേറൊരു ഗിയർ പെയറാണ്. അപ്പോൾ നമുക്ക് എന്താക്കി? N1, N2, N3, N4 സ്പീഡുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ T1, T2, T3, T4, അതും നമ്പർ ഓഫ് ടീത്ത് ഓൺ ഓരോരോ ഗിയേഴ്സ്. ഇപ്പോൾ ട്രെയിൻ വാല്യൂ ഓഫ് ഗിയർ പെയർ 1 and 2, N2/N1 ഈക്വൽ ടു T1/T2. ഞാൻ നേരത്തെ എഴുതിയ പോലെ തന്നെ അതൊരു ഇക്വേഷൻ ആക്കി വെച്ചു. അടുത്ത ഗിയർ പെയർ എന്ന് പറഞ്ഞാൽ 3 and 4 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? N4/N3 ഈക്വൽ ടു T3/T4. ഇനി മൊത്തം ട്രെയിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 into 2. അപ്പോൾ എന്ത് വരും? N2/N1 ഇൻറ്റു N4/N3 ഉണ്ടോ? N2/N1 ഇൻറ്റു N4/N3 ഈക്വൽ ടു T1/T2 ഇൻറ്റു T3/T4. ഓക്കെ, അപ്പോൾ എല്ലാം 1ഉം 2ഉം 3ഉം 4 ആയതുകൊണ്ട് നമുക്കൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ N2, N3 കട്ടായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് സ്പീഡ് ഓഫ് 2ഉം സ്പീഡ് ഓഫ് 3ഉം കട്ടായി. കാരണം ഗിയർ 2ഉം ഗിയർ 3ഉം കപ്പിൾ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഒരൊറ്റ ഷാഫ്റ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് തന്നെയായിരിക്കും ഇവിടെയും കിട്ടുക. ഓക്കെ, അതുകൊണ്ടാണ് ആ 2 സ്പീഡും ക്യാൻസൽ ചെയ്തത്. അപ്പോൾ N2, N3 കട്ടായി. ബാക്കി N4/N1 ഈക്വൽ ടു T1, T3/T2, T4. അപ്പോൾ നമുക്കിത് എങ്ങനെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം? Therefore train value of compound gear train can be written as speed of driven. 4 എന്ന് പറഞ്ഞാൽ ഡ്രിവൺ ആണ്, 1 എന്ന് പറഞ്ഞാലാണ് ഡ്രൈവർ. അപ്പോൾ സ്പീഡ് ഓഫ് ഡ്രിവൺ ബൈ സ്പീഡ് ഓഫ് ഡ്രൈവർ ഈസ് ഈക്വൽ ടു T1 ഇൻറ്റു T3, അതായത് നമ്പർ ഓഫ് ടീത്ത് ഓൺ 1 ഇൻറ്റു നമ്പർ ഓഫ് ടീത്ത് ഓൺ 3 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, 1 2നെ ഡ്രൈവ് ചെയ്തു, 3നെ 4നെ ഡ്രൈവ് ചെയ്തു. അപ്പോൾ 1ഉം 3ഉം എന്താണ്? ഡ്രൈവേഴ്സാണ്. അതുപോലെ 2ഉം 4 എന്ന് പറഞ്ഞാൽ ഡ്രിവൺ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇൻറ്റു എന്ന് പറയുമ്പോൾ T1 ഇൻറ്റു T3 എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടീത്ത് ഓൺ ഡ്രൈവർ ഡിവൈഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടീത്ത് ഓൺ ഡ്രിവൺ. ഓക്കെ, ഇത്രയാണ് സംഗതി. ഇനി റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. അടുത്താണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. അതിൻ്റെ 2 എക്സാമ്പിൾസ് ബാക്ക് ഗിയറും പിന്നെ ലെയ്ത്തിൻ്റെ ഗിയർ ബോക്സ് ഉണ്ട്. അതിൻ്റെ ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഞാൻ പറയാം. അപ്പോൾ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്താണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ഒരു കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടോ, ഒരു കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ തന്നെയാണ് ഈ സാധനം. എനെ ബീനെ ഡ്രൈവ് ചെയ്യുന്നു, ബി സിയും ഒരേ ഷാഫ്റ്റിലാണ്, സി ഡീനെ ഡ്രൈവ് ചെയ്യുന്നു. സംഭവം സെയിം സാധനം തന്നെ, പക്ഷേ എയും ഡിയും എന്ന് പറയുന്നത് ലീനിയർ ഷാഫ്റ്റാണ്. കണ്ടോ, ഇതിനിടയിൽ ഷാഫ്റ്റ് തമ്മിൽ ബന്ധമില്ല. ഇവർ പക്ഷേ ഒരേ ആക്സിസിലായിരിക്കും. അങ്ങനെയുള്ള കോമ്പൗണ്ട് ഗിയർ ട്രെയിനാണ് എന്ത് വിളിക്കുന്നത്? റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ഇൻ വിച്ച് ഡ്രൈവർ ആൻഡ് ഡ്രിവൺ, കണ്ടോ ഇത് ഡ്രൈവർ ഡ്രിവൺ ആണ്, ആർ മൗണ്ടഡ് ഓൺ ആക്സിൽ ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനു വേണ്ടി വെച്ചാൽ ദിസ് റെഡ്യൂസ് സ്പേസ് ഒക്യുപ്പൈഡ് ബൈ ദ ഗിയർ ട്രെയിൻ. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണെങ്കിൽ നീണ്ടു പോകും, അപ്പോൾ കുറേ സ്പേസ് വേണം. റിവേർട്ടഡ് ഗിയർ ട്രെയിനെ കൊണ്ട് നമുക്ക് സ്പേസ് ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 4th മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ തിയറി. ഇനി കുറച്ചും കൂടി തിയറി ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും.